ശരി ശരി ശ്രീ ടോണി റാഫി, ഇവിടെ CR പറഞ്ഞ ഒരു കാര്യം, ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കുവാനായിട്ട് BJP ശ്രമിക്കുമ്പോഴും അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുമ്പോഴും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ അദ്ദേഹം ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ പോലും മണിപ്പൂരിനെ മറന്നുകൊണ്ട് വിശ്വാസികൾ BJPക്കൊപ്പം പോവില്ല. ഇതാണ് CRന്റെ നിലപാട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈദികർ തന്നെ ഈ ഇത്തരം ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയും എവിടെ പോകണം എന്നുള്ളത്, അതിനാരും ഉപദേശിക്കേണ്ട എന്നാണ്. ആ നിലപാടിനൊപ്പമാണോ താങ്കൾ, അതോ CR പറഞ്ഞ കാര്യത്തിനൊപ്പമാണോ? അതായത് അല്ല, ഇതിലെ വിഷയം തൃശ്ശൂരിലെ ഒരു ശക്തമായ സാമുദായിക സമവാക്യം ഉണ്ട് എന്നുള്ളതാണ് മഞ്ജുഷ് ഈ ചർച്ചയെ ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വിമർശനം മഞ്ജുഷിനോടാണ്. തൃശ്ശൂർ എന്നുള്ള ചെറിയ ഒരു നരേറ്റീവ് മാത്രമായിട്ട് നിങ്ങൾ കാണല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ റിയാലിറ്റിയാണ്. പക്ഷെ വികസനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സൂപ്പർ ന്യൂമറിയാണ്. സാമുദായിക സമവാക്യങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് വികസനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 18 തവണ എന്ന് പ്രധാനമന്ത്രി മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. നമുക്ക് കേരളത്തിലെ ഗ്യാരണ്ടിയുടെ കാര്യം എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോർഡ്, മോദിയുടെ ഗ്യാരണ്ടിയിൽ പെട്രോളും ഡീസലും വന്നിട്ടില്ല. പെട്രോളും ഡീസലും മോദിയുടെ ഗ്യാരണ്ടിയിൽ വന്നിട്ടില്ല ശ്രീ ടോണി റാഫി. പെട്രോൾ ഡീസൽ വിലവർധന ഈ രാജ്യത്തുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലെയും തോന്നുന്നുണ്ട്. ഇന്ന് പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ 2 രൂപ പെട്രോളിന് കുറയ്ക്കാലോ. പെട്രോൾ ഡീസൽ വിലവർധനവ് നിങ്ങൾ അങ്ങനെ വലിച്ചിടല്ലേ. എത്ര നാളായി പെട്രോൾ ഡീസൽ വിലവർധനവ് ഉണ്ടായിട്ട്? ഞാൻ പറഞ്ഞു വന്നത്, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ മുന്നിൽ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സ്ഥാപനത്തിനെ, പൊതുമേഖലാ സ്ഥാപനത്തിലെ ലാഭത്തിലാക്കിയ പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ. അതെന്താ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീവറേജിൽ കിട്ടുന്ന ജവാൻ എന്ന് പറയുന്ന ഒരു മദ്യ ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആളുകളുടെ കയ്യിൽ, കുടിയന്മാരുടെ കയ്യിൽ കാശില്ലാണ്ടായപ്പോൾ അവർ ഈ പറയുന്ന ജവാൻ വില കുറഞ്ഞ മദ്യത്തിലേക്ക് കടന്നു. സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനം ലാഭത്തിലായി. ഇതാണ് ഈ നാട്ടിലെ പിണറായിയുടെ ഗ്യാരണ്ടി. നാട്ടുകാർക്ക്, ആളുകൾക്ക് തൊഴിലില്ലാതായപ്പോൾ അവരവരുടെ മക്കളെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി പൊതുമേഖലാ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൊതുമേഖലാ സ്കൂളുകളുടെ മഹത്വം കാരണം നമുക്ക് ഏകദേശം ഇത്രയധികം കുട്ടികൾ പുതിയതായിട്ട് ഇവിടെ വന്ന് ചേർന്നു എന്ന് പറയുകയാണ്. ഇതാണ് പിണറായിയുടെ ഗ്യാരണ്ടി. ഇനി മൂന്നാമത് ക്ഷേമ പെൻഷൻ്റെ ഗ്യാരണ്ടി ഇന്ന് നരേന്ദ്രമോദിയുടെ വേദിയിൽ തന്നെ നമ്മൾ കണ്ടു. ക്ഷേമ പെൻഷൻ്റെ പിണറായിയുടെ ഗ്യാരണ്ടി എന്താണെന്നുള്ളത്. വികസനം ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സാമുദായിക സമവാക്യങ്ങൾ വെച്ച് സംസാരിക്കുന്നത് എത്ര ശതമാനം യേശും എന്നുള്ളത് എനിക്കറിയില്ല. തൃശ്ശൂരത്തെ ക്രൈസ്തവർ എല്ലാ കാലത്തും, തൃശ്ശൂരത്തെ ക്രൈസ്തവർ ആ ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള ജനങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥാനം ഉണ്ടായിരുന്ന പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇന്നത്തെ തൃശ്ശൂർ. ഇന്ന് ആ തൃശ്ശൂരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വൻകിട നഗരത്തിന് വേണ്ട ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. അവിടെ ദേശീയ മുഖ്യധാരയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു MP ഉണ്ടാവുകയാണെങ്കിൽ വരാൻ പോകുന്ന വികസനം എന്താണ് എന്നുള്ളത് കേരളത്തിലെ BJP ജനങ്ങളോട് പറയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് തൃശ്ശൂരിനെ കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ? കഴിഞ്ഞ ദിവസങ്ങളിൽ 1 വർഷം മുമ്പോ മറ്റോ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മാസ്റ്റർ പ്ലാൻ അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയുണ്ടായി. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി പറയുന്നത് പോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഷാബു പ്രസാദ് സാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് BJPയോട് പറഞ്ഞ് അതിനുള്ള നയരേഖയായിരിക്കണം ഇനി പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ വികസനം ചർച്ച ചെയ്യുമ്പോൾ ഇനി മണിപ്പൂരിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ വളരെയധികം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് തന്നെ പറഞ്ഞു അവിടെ നടക്കുന്നത് എന്താണ്, അതിൽ BJPക്ക് യാതൊരു തെറ്റും ചെയ്യാനില്ല, BJPയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന്. പിന്നെയും മണിപ്പൂർ എന്ന് പറയല്ലേ. ശക്തൻ തമ്പുരാൻ തിരുമനസിൻ്റെ കൂടെ തൃശ്ശൂരിൻ്റെ വികസനത്തിൽ ഉന്നത സ്ഥാനം വഹിച്ച, തമ്പുരാൻ്റെ കൂടെ എല്ലാ നിലയിലും സഹകാരികളായിട്ടുള്ള ക്രൈസ്തവരാണ് തൃശ്ശൂരിൻ്റെ ശക്തി. അവർ ഇപ്രാവശ്യം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് മുന്നണികളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യം